Godspeed to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല, ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ഷോപ്പിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഐക്യ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐക്യയിലുള്ള വിശേഷങ്ങളും അവിടുത്തെ പുതിയ ഓഫറുകളും ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ കണ്ടപ്പോൾ വെറുതെ എടുത്തതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു സ്ഥലങ്ങളൊക്കെ. അപ്പോൾ നമ്മളിതാ ഐക്യയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഐക്യയിലെത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ താഴെ ഓഫറുള്ള സ്ഥലത്താണ് പോയത്. മേലെ ഭാഗത്ത് പോയിട്ടേ ഇല്ല കേട്ടോ. മേലയിലാണ് ഒരുപാട് ഫർണിച്ചേഴ്സും അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ളത് മേലയിലാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിട്ടേ ഇല്ല. അപ്പോൾ നമുക്ക് ചെറിയ സാധനങ്ങളായിരുന്നു വാങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ താഴേക്കാണ് പോയത്. അപ്പോൾ നമ്മളിതാ ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നു. ചെറിയ പൈസക്ക് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലായി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ട്രോളി എടുത്തു. എന്നിട്ട് കുറച്ച് എല്ലാം ചെറിയ പൈസേൻ്റെ സാധനം വാങ്ങിയത്. എന്നാലും പിന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങാനും പറ്റി. അങ്ങനെ വാങ്ങിയതുകൊണ്ട് അപ്പം എനിക്ക് കാര്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ വാങ്ങണ്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങി. ഈ കാണുന്ന ഈ ഒരു ലിഡിന് വേറെ പൈസയാണ്. ഇതിൻ്റെ കണ്ടെയ്നറിന് 15 റിയാലാണ്. അതിൻ്റെ മൂടിക്ക് വേറെ തന്നെ പൈസയാണ്. അപ്പോൾ രണ്ടും സെപ്പറേറ്റാണ് പ്രൈസ് വരുന്നത്. അതുകൊണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല. അതിന് രണ്ടും കൂടി വരുമ്പോൾ നല്ലൊരു പ്രൈസ് വരുന്നുണ്ട്. അതുകൊണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു ലൈറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഒരു ലൈറ്റ് ഇതിനും നല്ലൊരു റേറ്റ് ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് സിറ്റിങ്ങിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ളൊരു ലൈറ്റായിരുന്നു. ഈ ഒരു പോട്ടിന് 7 റിയാലാണ്. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതുവരെ ഐക്യയിൽ കണ്ടിട്ടില്ല. ഇത് പുതിയതാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഉള്ളിലേക്ക് പോയി. അവിടെ പ്ലേറ്റിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. ഒരു വലിയ സെക്ഷൻ തന്നെ പ്ലേറ്റിൻ്റെതായിരുന്നു. അപ്പോൾ അവിടെ എല്ലാ പ്ലേറ്റിനും 2 റിയാലാണ്. ചെറുതും വലുതും എന്തായാലും 2 റിയാലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്ലേറ്റ് കുറച്ച് കൂടുതൽ തന്നെ എടുത്തു. പിന്നെ നാട്ടിലേക്ക് കൊണ്ടുവരണമായിരുന്നു. കുറച്ച് പിന്നെ ബ്രദറിനൊക്കെ കൊടുക്കണം. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഐക്യയിൽ പ്ലേറ്റ് അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. തീരെ നമ്മൾ വെയിറ്റൊന്നും ഇല്ലാത്ത പ്ലേറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്ലേറ്റ് ഒരു 25 അങ്ങനെയായിട്ട് എടുത്ത് പ്ലേറ്റ്. പിന്നെ അതിൻ്റെ ബൗള്, പിന്നെ അതിൻ്റെ ചെറിയ കറിയിടുന്ന ബൗള്, പിന്നെ ചായൻ്റെ പ്ലേറ്റിൽ അതൊക്കെ എടുത്തു. ഹാഫ് പ്ലേറ്റ് അങ്ങനെയൊക്കെ ആ പ്ലേറ്റിൻ്റെ സെക്ഷന് കുറച്ച് കൂടുതൽ തന്നെ പ്ലേറ്റ് എടുത്തു. എല്ലാത്തിനും 2 റിയാലാണ്. ഒരു പ്ലേറ്റിന് 2 റിയാൽ. അത് നല്ലൊരു ഓഫറായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലേറ്റ് ഒരുപാട് എടുക്കാൻ പറ്റി. പിന്നെ നമ്മൾ നേരെ പോയത് പിന്നെ തലയണിൻ്റെ പില്ലോൻ്റെ ഭാഗത്താണ്. പില്ലോ എടുത്തു. പില്ലോന് പിന്നെ നമുക്ക് 15 റിയാലാണ് പില്ലോ ചെറുതിനുള്ളത്. പിന്നെ കുറച്ചും കൂടി വലിയതാണെങ്കിൽ ഒരു 19 റിയാൽ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ 15 റിയാലിൻ്റെ 4 പില്ലോ എടുത്തു. അതും നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ കാർഗോയിലേക്ക് അയക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ അതൊക്കെ അത്യാവശ്യമുള്ള സാധനം, നല്ല ക്വാളിറ്റിയുള്ള സാധനമായിരുന്നു. പില്ലോ ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനം. അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നല്ല ഒരു ക്വാളിറ്റിയുള്ള സാധനം ആയതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ തന്നെ എടുത്തത്. വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ഓരോ സെക്ഷനിൽ പോയി അതിന് കണക്കായിട്ടുള്ള അളവ് കാര്യങ്ങളൊക്കെ നോക്കി ഓരോന്ന് എടുക്കലാണ് കുറച്ച് പണിയുള്ള ഒരു മെനക്കെട്ട പണി തന്നെയാണ്. അപ്പോൾ അതിന് ഒരുപാട് സമയം പോയി. അങ്ങനെ ഓരോരോ അളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഓരോന്നിന്. അപ്പോൾ ആ ഒരു അളവിന് കണക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം അങ്ങനെ പോയി. പിന്നെ ഈ ഒരു ബ്രഷ് എല്ലാവരും എടുക്കുന്നത് പോലെ തന്നെ ബ്രഷുകൾ. പിന്നെ ഈ ഒരു ഐറ്റം നല്ലതായിട്ട് തോന്നി. പച്ചക്കറിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലതായിട്ട് തോന്നി. ഇതിന് 7 റിയാലോ മറ്റോ ആണ് പൈസ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു റോളാണ്. ഇത് നമുക്ക് കബേർഡിലും ഫ്രിഡ്ജിലും ഒക്കെ നമുക്ക് വിരിച്ചു കൊടുക്കാൻ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലീൻ ആക്കുന്ന സമയത്തൊക്കെ എളുപ്പത്തിൽ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. നല്ലൊരു ഐറ്റമാണ്. 7 റിയാലാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നമ്മൾ ക്യാൻഡിലിൻ്റെ സെക്ഷനിലേക്ക് പോയി. ക്യാൻഡിലിൻ്റെ ഒരു വലിയ സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. ക്യാൻഡിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. നല്ല നല്ല സ്മെല്ലുള്ളത് ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ കുറച്ച് ക്യാൻഡിൽസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ കൺഫ്യൂഷനായി ഏതാണ് നല്ല സ്മെല്ലെന്ന് മനസ്സിലാവാണ്ട്. അപ്പോൾ എല്ലാം ഒരുപോലെ തോന്നുന്നുണ്ട് ഏകദേശം. അപ്പോൾ സ്ട്രോബെറിൻ്റെ ഒക്കെ നല്ല സ്മെല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്ട്രോബെറിൻ്റെ എടുത്തു. പിന്നെ ഈ ഒരു ഫ്ലവർ വേസ് ഞാൻ എടുത്തിട്ടില്ല. ആദ്യം ഞാൻ ഫസ്റ്റ് അത് കണ്ടിനു. പിന്നെ ഞാൻ ഉള്ളിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് ഞാൻ എടുത്തത്. ഈ ഒരു പോട്ട് എടുത്തിട്ടുണ്ടേനു, ഞാൻ മുന്നേ എടുത്തു. ഇത് ഞാൻ 4 പിന്നെയും എടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു പോട്ടായിരുന്നു. 4 റിയാലാണ് ഇതിനൊന്നിന് വരുന്നത്. അപ്പോൾ ഞാൻ ഇത് 4 എടുത്തു. നല്ല വലിയ സൈസുള്ള ഒരു പോട്ടായിരുന്നു ഇത്. 4 റിയാലിന് വളരെ വേർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്കിത് ഉള്ളിലായാലും പുറത്തും, വീട്ടിൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ നമുക്ക് ചെടികൾ വെച്ച് കൊടുക്കാൻ നല്ലൊരു പ്രൊഡക്റ്റാണ്. വുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ബാസ്ക്കറ്റ് ഇവിടെയുണ്ട്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല മോഡലുള്ള ബാസ്ക്കറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ആ ഒരു സെക്ഷനിലൊന്നും നമ്മൾ പോയിട്ടില്ല. കാരണം എനിക്ക് വുഡിൻ്റെ അത്ര വലിയ ഇഷ്ടമില്ല ആ ഒരു കളറിനോട്. അപ്പോൾ ഞാനതൊന്നും വാങ്ങിയിട്ടേ ഇല്ല. ഒരുപാട് കളക്ഷൻസ് ഇവിടെ കണ്ടിട്ടുണ്ട്. നല്ല റേറ്റും ഉണ്ട്, ഓരോന്നിനും നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു ഗോൾഡൻ കളറുള്ള ഫ്ലവർ പോട്ടാണ്. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് റേറ്റ് കൂടുതലുണ്ട്. ഇപ്പോൾ ഒരു ഗോൾഡൻ കളർ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്നതല്ലേ, അതുകൊണ്ടാണ് തോന്നുന്നു എല്ലാത്തിനും ഗോൾഡൻ കളറിൻ്റെ എല്ലാ സാധനത്തിനും നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ആ ഒരു ഫ്ലവർ, ഇതിൻ്റെ ആ ഒരു ഫ്ലവർ വേസിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫ്ലവർ ശരിക്കും റിയൽ ആയിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. ഇതൊക്കെ ഒരു ഷോ പീസായിട്ട് നമുക്ക് വെക്കാൻ പറ്റിയ കുറേ ഐറ്റംസ് ഉണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ്, അതിനൊക്കെ നല്ല റേറ്റും ഉണ്ട്. പിന്നെ ഈ ഒരു ട്രേ ഞാൻ എടുത്തിട്ടുണ്ടേനു. ഇത് 19 റിയാലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇത് നമ്മൾ പിന്നെ കൗണ്ടർ ടോപ്പിലൊക്കെ വെള്ളമാവുന്നതിന് വിരിക്കുന്ന സാധനമാണ്. അത് ഞാൻ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു പോട്ട് വലിയൊരു പോട്ടാണ്. ഇതിന് 7 റിയാലാണ് ഉള്ളത്. ഇതും ഓഫറിലുള്ളതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത്യാവശ്യം അത് നല്ലൊരു വലിപ്പമുണ്ട്. അപ്പോൾ അത് നല്ലൊരു സാധനം. ബാത്റൂമിലെ ഈ ബ്രഷ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷേ ഇത് ഞാൻ എടുത്തതിന് ശേഷം യൂസ് ചെയ്തപ്പോൾ ഇതെനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. ഞാനിത് എടുത്തിനേനു. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു പിന്നെ ബ്രഷിൻ്റെ അത് ഇങ്ങനെ പൊടിഞ്ഞ് വരുന്നു. അപ്പോൾ അതത്ര നല്ല സാധനമല്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് ആരും വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അതിന് 2 റിയാൽ അങ്ങനെ ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ അത് വളരെ മോശമായ സാധനം. അതിൻ്റെ അതിങ്ങനെ ഇളകി പോയിരുന്നുണ്ടായിരുന്നു ആ ബ്രഷ്. പിന്നെ ഈ അരിപ്പിൻ്റെ സെക്ഷനിലൊക്കെ ഒരുപാട് വെറൈറ്റി പല മോഡലും അരിപ്പുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ നമുക്ക് 25 റിയാൽ അങ്ങനെ റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് മോഡൽ അരിപ്പുകളുണ്ടേനു. ഓരോന്നും ഓരോ മോഡലായിട്ടാണ് ഉള്ളത്. ചെറുതും വലുതും എല്ലാം ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് റേറ്റിൽ വ്യത്യാസമുണ്ട്. ചെറുതിലും വലുതിലൊക്കെ നോക്കി അങ്ങനെ റേറ്റിൽ വ്യത്യാസമുണ്ട്. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള നല്ല സാധനമാണ്. നമ്മൾ ഷോപ്പിലൊന്നും കാണാത്ത ഒരുപാട് വെറൈറ്റി ഐറ്റം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വില എത്രയാണോ, പ്രൈസ് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. വില കുറഞ്ഞതും കൂടിയതും എല്ലാം ഉണ്ട്. പിന്നെ ഇതൊക്കെ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ സ്പൂണുകളും തവികളും ഒക്കെയാണ്. അങ്ങനെയുള്ള ഐറ്റംസ്, ചെറിയ ഐറ്റംസ് ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ നമ്മൾ കാണാത്ത ഒരുപാട് സാധനങ്ങൾ അങ്ങനെയുണ്ടേനു. പിന്നെ ചില സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് മനസ്സിലാവാത്തതും ഉണ്ട് കേട്ടോ. ഇത് ഞാൻ എടുത്തിനേനു. ഈ ഒരു കട്ടർ, ഈ ഒരു മഞ്ഞ പിന്നെ പീലർ എടുത്തിന്. പക്ഷേ ഇതും അത്ര നല്ലതല്ല. പീലർ പിന്നെ വീട്ടിലെത്തിയിട്ട് നോക്കിയപ്പോൾ ഒട്ടും ഇത് ശരിയാവുന്നില്ല, പീൽ ചെയ്തിട്ട് വരുന്നൊന്നുമില്ല. അപ്പോൾ അതും വളരെ എന്താ പറയുക, ആ സാധനം അത്ര പോരാ. പിന്നെ ഇതൊക്കെ ഓഫറിലുള്ളതാണ്. ഈ ഒരു 3 ചെമ്പ് സെറ്റായിട്ട് തന്നെ വരുന്നത്. ഇതിന് പിന്നെ 65 റിയാൽ അങ്ങനെയാണ് വരുന്നത് 3 സെറ്റിന്. ഇതെല്ലാം എൻ്റെ അടുത്ത് ഉണ്ടേനു, അതുകൊണ്ട് തന്നെ ഞാനിതൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഉള്ളത് ഈ ഒരു ജാറാണ്. ഇത് നല്ല ബ്ലാക്ക് കളറിൽ വുഡിൻ്റെ പിന്നെ ലിഡോട് കൂടിയിട്ട് വരുന്ന ഒരു ജാറാണ്. ഇതിൽ നമുക്ക് ഷുഗർ, ചായപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. നല്ലൊരു കണ്ടെയ്നറാണ്. അപ്പോൾ നല്ല വെയിറ്റും ഉണ്ട് ഇത്. പിന്നെ അത് നല്ല ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന സാധനമാണല്ലോ. ഇതിലിപ്പോൾ എല്ലാവരും ഇതിപ്പോൾ വാങ്ങുന്നുണ്ട് ഇതുപോലത്തെ. അതുകൊണ്ട് തന്നെ ഇവിടെ പുതിയ ഐറ്റമാണ്. ഇതിൽ ഇതുവരെ കാണാത്ത പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു ഐറ്റമാണിത്. അപ്പം ഇത് നല്ല ഉണ്ടായിരുന്നു കാണാനും, നല്ല വെയിറ്റും ഉണ്ട്.
ഈ ഒരു പാത്രം എനിക്കിഷ്ടമായി, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, നല്ല യൂസ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ അത്. നമുക്കിപ്പോൾ കഴുകാനും പച്ചക്കറി ആയാലും അരിയൊക്കെ കഴുകാനൊക്കെ നല്ല യൂസ് ആയിട്ടുള്ള ഒരു സാധനമാണ് അത്. പിന്നെ ഈ ഒരു ബ്രഷ് എനിക്ക് എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മൾ എന്താ പറയുക, തവയില്ലേ ഓട്, അതിനൊക്കെ തവക്ക് ദോശക്കല്ലിനൊക്കെ നമ്മൾ ഇങ്ങനെ ബ്രഷ് ചെയ്യൂലേ, ആ ഒരു സാധനമാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ അവിടെ വായിച്ചു നോക്കിയതാണെന്ന് മനസ്സിലായത് അത് ബ്രഷായിരുന്നു, ക്ലീനിങ് ബ്രഷാണെന്ന് അവിടെ വായിച്ചു നോക്കിയതെന്ന് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് വാങ്ങിയിട്ടില്ല. ആദ്യം ഞാൻ എടുത്തിരുന്നു, ദോശക്കല്ലിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു, അതെല്ലാം അതിൻ്റെ ഇതെന്ന് മനസ്സിലായപ്പോൾ അവിടെ തന്നെ വെച്ചു. പിന്നെ ഈ ഒരു ബ്ലാക്ക് പ്ലേറ്റിന് കുറച്ച് വിലയുണ്ട് കേട്ടോ. ബ്ലാക്കും ഇതേപോലെ തന്നെ ഓഫറിലാണ് ഉള്ളത്. പക്ഷേ ബ്ലാക്കിന് നമ്മൾക്ക് കൊടുക്കുന്നത് 7 റിയാലാണ്, മറ്റേ വൈറ്റ് പ്ലേറ്റിന് 2 റിയാലേ ഉള്ളൂ. ബ്ലാക്കും അതുപോലെ തന്നെ എല്ലാം സെറ്റായിട്ട് തന്നെ വരുന്നുണ്ട്, പക്ഷേ അതിന് 7 റിയാലാണ് റേറ്റ് വരുന്നത്. ഈ ഒരു ബ്ലൂ പാത്രത്തിനൊക്കെ കുറച്ച് റേറ്റ് ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ അതുപോലെ തന്നെ അതിന് കുറച്ച് റേറ്റും ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ഇങ്ങനെ ഇതുപോലത്തെ സാധനങ്ങൾ ഒരുപാടുണ്ട്, നല്ല ഭംഗിയുള്ള സാധനങ്ങളുണ്ട്. ഇങ്ങനെ ഈ മടഞ്ഞ പോലത്തെ, നമ്മളെ കൊട്ട പോലത്തെയൊക്കെയുള്ള നല്ല നല്ല സാധനങ്ങൾ, അങ്ങനെ പല മോഡലായിട്ടുള്ള നല്ല നല്ല സാധനങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വുഡിൻ്റെ കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് അവിടെ ഉണ്ട്. പല മോഡലിലും പല തരത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ കിച്ചണിൽ വെള്ളം സ്റ്റോർ ചെയ്യൂലേ, അതിനുള്ള കണ്ടെയ്നറാണ്. ഇത് ഒരുപാട് മോഡലിലും പലതരം വെറൈറ്റിയിലും ഉണ്ട്. അപ്പോൾ ഇത് സ്റ്റാൻഡോട് കൂടിയിട്ടാണ് വരുന്നത്. സ്റ്റാൻഡ് തന്നെ ഒരുപാട് കളറിലും വരുന്നുണ്ട്, എല്ലാ കളറിലും അവൈലബിൾ ആണ്. നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു പല മോഡലായിട്ടുള്ള ഈ ഒരു കണ്ടെയ്നർ കാണാൻ. ഇത് ഫുള്ളായിട്ടും ഗ്ലാസ്സിലാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കിത് ക്ലീൻ ആക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു 10 ലിറ്റർ 5 ലിറ്റർ ആ ഒരു അളവിലാണ് ഇതുള്ളത്. അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ അളവിലും ഈ ഒരു മോഡൽ ഉണ്ട്. അപ്പോൾ നല്ലൊരു സാധനം, നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മോഡലും ഒരുപാട് കളക്ഷൻസും ഉണ്ട്. അപ്പോൾ അത് നല്ല ക്വാളിറ്റിയുള്ള നല്ല സാധനമായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡും ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡ് തന്നെ നമുക്കിപ്പോൾ ഓരോരോ കളറിന് തീമിന് അനുസരിച്ചിട്ട് ആ ഒരു കളറിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇതിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 100 റിയാൽ ആ ഒരു റേറ്റിലാണ് ഇത് പോകുന്നത്. 100 റിയാലിൻ്റെ അങ്ങോട്ടേക്ക് റേറ്റ് ഉണ്ട്. ആ ഒരു റേറ്റിന് ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്, കാണാനും നല്ല എല്ലാം കൊണ്ടും നല്ലൊരു പ്രൊഡക്റ്റാണിത്. പിന്നെയുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ബാത്റൂം എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളത് ഒരു ഡെമോ പോലെ വെച്ചതാണ്. അതുപോലെ തന്നെ വാഷ് ബേസും, അത് നല്ല ഭംഗിയിൽ ആ വാഷ് ബേസൊക്കെ വെച്ച് അതിൻ്റെ കൂടെ എന്തൊക്കെ നമുക്ക് ഡെക്കോറൊക്കെ വെക്കുക എന്നുള്ളതിൻ്റെ ഒരു കാണിക്കുന്ന പോലെയുള്ള ഒരു ഡെമോ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് കളേഴ്സിലും അങ്ങനെ ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും എങ്ങനെ ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഐഡിയ നമുക്ക് അത് കാണുമ്പോൾ കിട്ടും. അപ്പോൾ എല്ലാ കളറിലും ഓരോ കളർ തീമിലും അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേനെ. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഓരോ സെക്ഷനിലും എന്തൊക്കെ കളറാണ് യൂസ് ചെയ്യേണ്ടതെന്നും ആ ഒരു കളർ തീമൊക്കെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് നമുക്ക് ഐഡിയ കിട്ടും. അതുകൊണ്ട് തന്നെ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആ ഒരു ഐഡിയ നമുക്കിത് കാണുമ്പോൾ കിട്ടും. അത്രയും ഭംഗിയായിട്ടാണ് ഓരോ കളർ തീമും അതിലേക്ക് സെറ്റായി വന്നിട്ടുള്ളത്. പിന്നെ ഇത് ക്ലീനാക്കാൻ പറ്റിയ നല്ലൊരു ബ്രഷായിരുന്നു. ചെറിയ സ്ഥലമൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീനാക്കി കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്, ചെറിയ ചെറിയ സാധനങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ കുറേ ഭാഗമൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം ഭയങ്കര ലെങ്തി ആയിപ്പോൾ വീഡിയോ എന്ന് വിചാരിച്ച് കുറേ ഭാഗമൊന്നും ഞാൻ ഇതിലേക്ക് എടുത്തിട്ടില്ല. നമ്മൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ നമ്മൾ ഐക്യ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ ഭാഗവും നമ്മൾ പോയി അതിനുള്ള ഓഫർ ഏതാണോ അങ്ങനെ നോക്കിയാണ് ഓരോ സാധനങ്ങളും വാങ്ങിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സമയം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. രാവിലെ പോയിട്ട് നമ്മൾ വൈകുന്നേരം അങ്ങനെയാണ് വന്നത്.
അപ്പോൾ അതുവരെ നമ്മൾ ഐക്യ തന്നെയായിരുന്നു. ഓരോ സാധനം നോക്കി അതിൻ്റെ റേറ്റ് നോക്കി ക്വാളിറ്റി നോക്കി അങ്ങനെ എടുക്കുമ്പോൾ കുറേ സമയം എന്തായാലും നമുക്ക് കുറേ സമയം വേണ്ടി വരും. ഈ ഒരു കാട്ടൻ കോരി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സാധനമാണ്. 35 റിയാലാണ് അതിനുള്ളത്. കുറച്ച് റേറ്റ് ഉണ്ട്, എന്നാലും അത് നല്ലൊരു ക്വാളിറ്റിയുള്ള നല്ല സാധനമാണ്. ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം നമ്മളിപ്പോൾ റേറ്റ് കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് വർഷം വരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല സാധനമാണ്. അതെന്തായാലും നിങ്ങൾ വാങ്ങിക്കോ. പിന്നെ നമ്മൾ പോയത് ലൈറ്റിൻ്റെ സെക്ഷനിലായിരുന്നു. ലൈറ്റിൻ്റെ വെറൈറ്റി ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റിൻ്റെ സെക്ഷൻ കാണണമെങ്കിൽ ഐക്യ തന്നെ വരണമെന്ന് പറയും എല്ലാവരും. അത്രയും സെലക്ഷനുണ്ട്, ഒരുപാട് മോഡലുണ്ട്. പല പുതിയ മോഡലുകളും ഇവിടെ കണ്ടിട്ടുണ്ട്. കാണാനും എല്ലാ കളറിലും നമുക്കിവിടെ കിട്ടും. കാണാൻ ഒരുപാട് ഭംഗിയുള്ള ലൈറ്റുകളുണ്ട്. ഇത് കിച്ചൻ്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ഭംഗിയുള്ള ഒരു ലൈറ്റാണ്. ആ ഒരു ലൈറ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. നമ്മളിപ്പോൾ കിച്ചൻ്റെ ഓപ്പൺ കിച്ചണൊക്കെ ആകുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റിയ ഒരുപാട് ലൈറ്റ് ഉണ്ട്. ലൈറ്റിൻ്റെ ഭംഗി നമുക്ക് കണ്ടാലും മതി വരില്ല. അത്രയും ഭംഗിയുള്ള ലൈറ്റുകളാണ്. പല തരത്തിലും പല മോഡലിലും ഉണ്ട്. നമുക്ക് വീട്ടിൽ എവിടെയൊക്കെ വെക്കാനുണ്ടോ ആ ഒരു മോഡലുള്ള എല്ലാ ലൈറ്റും ഇവിടെ അവൈലബിൾ ആണ്. ചിലതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്, ചിലതിനൊക്കെ ചീപ്പ് റേറ്റാണ്. അപ്പോൾ നമ്മൾ റേറ്റ് നോക്കി എടുക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയുള്ള ലൈറ്റും കിട്ടും, നമുക്ക് റേറ്റ് കുറഞ്ഞും കിട്ടും. അപ്പോൾ ഇവിടെ പണ്ടത്തെ മോഡലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ലൈറ്റ്സിൻ്റെ മോഡൽ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അത് പുതിയ സ്റ്റൈലിലാക്കി അതിൻ്റെ ഒരു ഭംഗി അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരുപാട് ലൈറ്റ് ഇവിടെ അവൈലബിൾ ആണ്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിവിടെ ലൈറ്റിൻ്റെ സെക്ഷനിൽ നമുക്ക് പോയാലും തീരാത്ത അത്രയും വലിപ്പത്തിലാണ് ലൈറ്റിൻ്റെ സെക്ഷൻ ഉള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ ഇതൊരു ടീ പോട്ടായിരുന്നു. ഇതിന് 50 റിയാലാണ് റേറ്റ് വരുന്നത്. ഇതും ഓഫറിലുള്ളതാണ്. നല്ലൊരു ക്വാളിറ്റിയുള്ള നല്ല സാധനമായിരുന്നു. പിന്നെ നമ്മൾ പോയിട്ടുള്ളത് ക്ലോക്കിൻ്റെ സെക്ഷനിലേക്കാണ്. ക്ലോക്ക് അടിപൊളിയായിട്ടുള്ള ക്ലോക്ക് ഉണ്ട്. പക്ഷേ ഇവിടെ നല്ല റേറ്റിലുള്ള ക്ലോക്കുണ്ട്, റേറ്റ് കുറഞ്ഞതുണ്ട്. ഈ ഒരു വലിയൊരു ക്ലോക്കിന് നല്ല റേറ്റ് ഉണ്ട്. 100 റിയാലാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അതൊരു പഴയ സ്റ്റൈലിൽ പഴയ മോഡലിലാണ് ആ ഒരു ക്ലോക്ക് ഉള്ളത്. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് നല്ല വലിപ്പമുണ്ട് കേട്ടോ, നല്ല വലിയ സൈസാണ് അത്. പിന്നെ സാധാരണ നമ്മളെപ്പോഴും കാണുന്ന ആ ഒരു ക്ലോക്കുകളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഈ ഒരു കുഞ്ഞി പോട്ടുണ്ടല്ലോ, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതിന് 15 റിയാലാണ്. 3 സെറ്റായിട്ടാണ് വരുന്നത്. കുഞ്ഞിയാണ് അത്, വളരെ ചെറുതായിട്ടുള്ള ഒരു കുഞ്ഞി പോട്ട്. ഈ ഒരു ഫ്ലവർ വേസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് 9 റിയാലാണ് റേറ്റ് വരുന്നത്. ഇത് നല്ലൊരു വലിപ്പം ഉണ്ടായിരുന്നു, വലിയതാണ്. അപ്പോൾ അത് നല്ലതായിട്ട് തോന്നി. പിന്നെ ഇതും നല്ല തന്നെ. ഇതിന് പക്ഷേ കുറച്ച് റേറ്റ് ഉണ്ട്. ഈ ഒരു ഫ്ലവർ വേസിന് ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു കാണുന്ന ഈ ഒരു ബ്രൗൺ കളറുള്ള ഈ ഒരു പോട്ട് എനിക്ക് എന്തിനാണെന്നും മനസ്സിലായിട്ടില്ല. ഞാൻ അവിടെ നിന്ന് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാനത് വിട്ടു. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ ഏകദേശം നമ്മുടെ ഐക്യ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ അന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ മാക്സിമം സാധനം അന്ന് വാങ്ങണം തന്നെ വിചാരിച്ചിട്ടാണ് പോയത്. കാരണം നമുക്ക് നാട്ടിലേക്ക് പോകാൻ ഇനി ആകെ ഒരാഴ്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി പോകാനുള്ള സമയം നമുക്കുണ്ടാവില്ല. അപ്പോൾ മാക്സിമം സാധനം നമ്മൾ അന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബില്ലിങ്ങിൻ്റെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കട്ടിംഗ് ബോർഡും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കട്ടിംഗ് ബോർഡിന് നമുക്ക് രണ്ട് കട്ടിംഗ് ബോർഡിന് 19 റിയാലാണ് പ്രൈസ് വരുന്നത്. അത് ഓഫറായിരുന്നു. 2 ഉണ്ടായിരുന്നു ഒന്നിന്. അപ്പോൾ ബില്ലൊക്കെ ചെയ്തു നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ തന്നെ നമ്മൾ ഫുഡ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഐക്യൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തൽക്കാലം നമ്മളൊരു ഷവർമ വാങ്ങിച്ചു. 5 റിയാലിന് ഒരു ഷവർമ വാങ്ങിച്ചു കഴിച്ചു. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് വന്നു. പുറത്ത് വന്ന് നമ്മൾ നേരെ റൂമിലേക്കല്ലായിരുന്നു പോയിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അത്രയേ സമയമുള്ളൂ. അപ്പോൾ മാക്സിമം ഇന്ന് തന്നെ നമ്മൾ എല്ലാം വാങ്ങിക്കഴിയണം എന്നുള്ളൊരു ആ ഒരു ചിന്ത കൊണ്ട് നമ്മൾ നേരെ പോയത് വില്ലേജ് മാളിലേക്കാണ്. ഖത്തറിലുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ആ ഒരു മോളിലേക്കാണ് നമ്മൾ നേരെ പോയത്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റി. നമ്മൾ അവിടേക്ക് പോയി വെറുതെ നമ്മൾ ക്യാരിഫോണിൽ പോയി വെള്ളിയും നല്ല ഓഫർ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തെങ്കിലും സാധനം വാങ്ങാമെന്നുള്ള കണക്കിനാണ് പോയത്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ അന്ന് നല്ല ഓഫറുള്ള ദിവസമായിരുന്നു നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റി. അപ്പോൾ ഈ ഒരു വില്ലേജ് മാളിൻ്റെ വിശേഷങ്ങളും കൂടി നിങ്ങൾക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ കുറച്ച് ലെങ്തിയാണ്, എന്നാലും കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു മോളിൽ നമ്മൾ എത്ര നേരം ഇരുന്നാലും നമുക്ക് സമയം പോകുന്നത് അറിയേയില്ല.
നല്ലൊരു ഭംഗിയാണ് കാണാൻ കേട്ടോ. ഇതിലേക്ക് നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ റൂഫിലൊക്കെ നമുക്ക് ഡയറക്റ്റ് സ്കൈ ഉള്ളതുപോലെ തോന്നും, ആകാശം ഡയറക്റ്റ് ഉള്ളതുപോലെ തോന്നും. അവർ ആ ഒരു റൂഫ് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതും കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഈ ഒരു വെള്ളം ഇതിലോട്ട് നമ്മളിപ്പം പോവുകയാണെങ്കിൽ ഇതിന് 30 റിയാലും മറ്റും ആണ് ഒരാൾക്കുള്ള റേറ്റ്. ആ ഒരു തോണി കയറിയിട്ട് ഇങ്ങനെ കുറച്ച് സമയമേ ഉള്ളൂ അതങ്ങനെ ചുറ്റി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് 30 റിയാലോ മറ്റും ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഒരാൾക്കാണ്. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ മുന്നേ പോയിട്ടുണ്ടേനും, ഇപ്പോൾ ഞാൻ അതിലൊന്നും പോയിട്ടില്ല. പിന്നെ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ. So loud as the hours pass, we're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be. We're gonna be two hearts running wild. The moonlights, summer sky, it was the best we ever had. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് കിച്ചണിൻ്റെ ഐറ്റംസാണ് വാങ്ങാനുണ്ടാവുക. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി ഓരോന്ന് നോക്കി വാങ്ങുവാണ്. പിന്നെ നമുക്ക് എന്തായാലും വാങ്ങാനുള്ള സമയമില്ല. അപ്പോൾ ഞാൻ ഈ എടുത്തിട്ടുള്ള ഈ ഒരു ബൗളിന് നല്ല വലിയ ബൗളായിരുന്നു, നല്ല സൈസുള്ള ബൗളായിരുന്നു. അത് ഗ്ലാസിൻ്റെയാണ്, ഫുള്ളായിട്ട് ഗ്ലാസിൻ്റെതാണ്. അപ്പോൾ ഞാൻ അത് 2 എടുത്തു. ഒന്നിന് 10 റിയാലാണ്. ഭയങ്കരമായിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നി. പിന്നെ ഇതിനൊക്കെ ഓഫറുണ്ട്, 9 റിയാൽ, 15 റിയാൽ, അങ്ങനെയൊക്കെ ഓരോന്നിനും ഓഫറുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഞാൻ 2-3 ഐറ്റം അങ്ങനെ എടുത്തു. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemical. ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് 7 റിയാലാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇതുപോലെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. കുഞ്ഞു സാധനങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഈ ഫ്ലവറിനൊക്കെ 5 റിയാലാണ്. ഇതിന് ഓരോന്നിന് 5 റിയാലാണ്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഒരുവിധ സാധനങ്ങളൊക്കെ ഒരുപാട് ഓഫറുണ്ട്. പിന്നെ കുറേ സ്ഥലത്തൊന്നും നമ്മൾ പോയിട്ടില്ല, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ വേണ്ടുന്ന സാധനം മാത്രം കുറച്ചെടുത്തു. പിന്നെ വീട്ടിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ക്ലോത്തും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് 10 റിയാലാണ് ഉള്ളത്. അപ്പോൾ 10 റിയാലിന് 10 പീസാണ് അതുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് തോന്നി, അങ്ങനെ അതെടുത്തു. പിന്നെ ഈ ഒരു സ്റ്റോറേജ് കണ്ടെയ്നർ അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിന് സെറ്റിനാണ് റേറ്റ് വരുന്നത്. ഇതും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് 5 റിയാലാണ് ഒരു സെറ്റിന്. നമുക്ക് പിന്നെ ചട്ടകം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അതിലുണ്ട്. 5 റിയാലാണ് അതുള്ളത്. പിന്നെ ഇങ്ങനെയുള്ള കുഞ്ഞു ഐറ്റംസ്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് ഐറ്റംസ്, ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് കണ്ടിട്ടുണ്ട്. പിന്നെ നല്ല പാത്രങ്ങളുണ്ടായിരുന്നു, സ്റ്റീലിലും നോൺ സ്റ്റിക്കിലും ഒക്കെ ആയിട്ട് നല്ല വെയിറ്റുള്ള നല്ല പാത്രങ്ങളുണ്ടായിരുന്നു. അതൊന്നും പിന്നെ ഞാൻ വാങ്ങിയിട്ടില്ല. നല്ല റേറ്റും ഉണ്ട് കേട്ടോ. എല്ലാത്തിനും 300, 250 ആ ഒരു റേറ്റിലാണ് അധികം വരുന്നത്. ഒരു സെറ്റായിട്ടാണ് വരുന്നത്. ഒരു 4-5 പീസൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റായിട്ടാണ് വരുന്നത്. പക്ഷെ അത് നല്ല ക്വാളിറ്റിയുള്ള നല്ല പാത്രങ്ങളായിരുന്നു. നല്ല വെയിറ്റുണ്ട് എല്ലാത്തിനും. പിന്നെ നമ്മൾ വന്നത് ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ്. കുറച്ച് കുട്ടികൾക്കൊക്കെ വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ അതൊക്കെ നോക്കി വാങ്ങി.
പിന്നെ നമ്മൾ നേരെ പോയത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ ഈ ഒരു ഫ്രൂട്ട് ഇതെന്താ സാധനം എന്ന് അറിയില്ല, നല്ല റേറ്റ് ഉണ്ട് ഇതിന്. ഒരു നമ്മുടെ നാരങ്ങയില്ലേ, ഓറഞ്ചിൻ്റെ അതേ ടേസ്റ്റിൽ, ഓറഞ്ച് വളരെ ചെറിയൊരു ഓറഞ്ചായിട്ടാണ് അത് തോന്നിയത്. എനിക്ക് എന്താ പേരൊന്നും അറിയില്ല. ആർക്കെങ്കിലും അറിയാമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഓറഞ്ചിനെ കാണാനും അതേ ടേസ്റ്റും, പക്ഷെ വളരെ ചെറുതാണ്. നല്ല റേറ്റ് ഉണ്ട്. 85 റിയാലാണ് ആ ഒരു ഫ്രൂട്ട്സിന് റേറ്റ് വരുന്നത്. She puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts. പിന്നെ ഇവിടെ വന്നപ്പോൾ നമുക്ക് കൽമുക്കായി കിട്ടി. കിലോന് 25 റിയാലായിരുന്നു റേറ്റ്. അപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങി. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കൽമുക്കായി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് വലിയ ടേസ്റ്റൊന്നുമില്ല. കൽമുക്കായിൻ്റെ നമ്മൾ നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നുമില്ല. പിന്നെ ഇവിടെ എല്ലാ തരം പൊടികളും ഉണ്ടായിരുന്നു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നമുക്ക് എന്ത് പൊടി വേണമെങ്കിലും, ഏത് തരം പൊടി വേണമെങ്കിലും ഇവിടെയുണ്ട്. നാട്ടിൽ നിന്നൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. റേറ്റൊക്കെ നോക്കുമ്പോൾ ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ കശ്മീരി ചില്ലിക്കൊക്കെ ഏകദേശം നമ്മുടെ നാട്ടിലുള്ള അതേ റേറ്റ് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് പൊടികളും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ ഒരുപാട് സ്വീറ്റ്സ് കണ്ടു. പിന്നെ പല വെറൈറ്റിയിൽ നമ്മൾ കാണാത്ത ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ കുറച്ചൊക്കെ വാങ്ങി. നമുക്ക് വാങ്ങാൻ എളുപ്പമാണ്, എല്ലാം കുറച്ചായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതിൽ 1-2 നമ്മൾ എടുത്തു. പിന്നെ നാട്ടിലേക്കും വേണ്ടി കുറച്ചെടുത്തു. അപ്പോൾ നമുക്കിങ്ങനെ മിക്സ് ആക്കിയിട്ട് തന്നെ ഒരുപാട് വാങ്ങാൻ പറ്റും. കുറച്ചാക്കിയിട്ട് എല്ലാ സ്വീറ്റ്സും കുറച്ചാക്കിയിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് വാങ്ങാനും പറ്റും. അങ്ങനെ നമ്മൾ കുറച്ച് സ്വീറ്റ്സ് എടുത്തു. ഇപ്പോൾ ഏകദേശം സമയം ഒരുപാടായി, 12 മണി അങ്ങനെ ആവാനായി. നമ്മൾ നേരെ റൂമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ നമ്മൾ എന്നും ഫുഡ് കഴിക്കുന്ന ഒരു ഷോപ്പുണ്ട്, ആ ഒരു ഷോപ്പിലേക്കാണ് പോയത്. നല്ല ഫുഡായിരുന്നു അവിടെ. നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ നല്ല ഫുഡാണ്. നാട്ടിലുള്ള അതേ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. കുറച്ച് ദൂരെയാണ്, എന്നാലും പ്രശ്നമില്ല. നല്ല ഫുഡായതുകൊണ്ട് തന്നെ നമ്മൾ അവിടത്തേക്ക് തന്നെ പോയി. Take us higher. The night's young and it's just begun. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടേനു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും. പിന്നെ നമ്മൾക്ക് കഴിക്കാനുള്ളതും കുറച്ച് വാങ്ങി. അപ്പോൾ നമ്മൾ ബില്ല് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ബില്ലിംഗ് സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്ത് അവിടുന്ന് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇവിടെ രാത്രി നല്ല രസമാണ്. ഫുള്ളായിട്ട് ലൈറ്റായിരിക്കും, ഓരോ മോഡലുള്ള ലൈറ്റായിരിക്കും എല്ലായിടത്തും ഉണ്ടാവാൻ, റോഡ് മുഴുവനും. അപ്പോൾ അതൊരു കാണാൻ തന്നെ വേറെന്നൊരു ഭംഗിയാണ്.
കുട്ടികളൊക്കെ നല്ല ടയേർഡായിരുന്നു. അപ്പോൾ അവർ പോയ ഉടനെ നല്ലൊരു തണുത്തതൊക്കെ ഓർഡർ കൊടുത്തു. ഞാനൊരു ചായയാണ് ആദ്യം തന്നെ കഴിച്ചത്. അതിനുശേഷമായിരുന്നു നമ്മൾ ഫുഡൊക്കെ ഓർഡർ കൊടുത്തത്. ആദ്യം തന്നെ നമ്മൾ പാൽ കപ്പ് ഓർഡർ കൊടുത്തു. കാരണം കുറേ ആയിട്ട് നമ്മൾ കഴിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 16 റിയാലാണ് ഇതിൻ്റെ ഒരു റേറ്റ്. ഇത് നമ്മൾ ഒന്ന് ഓർഡർ കൊടുത്തു, എല്ലാവരും ഷെയർ ചെയ്തു, അത് കഴിച്ചു. പാൽക്കപ്പയുടെ കൂടെ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഒരു ജ്യൂസും കൂടി ഉണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ബീഫ് പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ബീഫ്. അപ്പോൾ അതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ സാധാരണ ഓർഡർ കൊടുക്കുന്നത് പോലെ തന്നെ പൊറോട്ടയും ചിക്കനും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഓർഡർ കൊടുത്തു, കഴിച്ചു. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി. റൂമിലേക്ക് പോകുമ്പോഴേക്കും അവിടെ എത്തുമ്പോൾ ഒരു ഏകദേശം 2:30 മണി അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസം. നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചോ എന്നറിയില്ല, നല്ല ലെങ്തിയാണ് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. റെഗുലറായിട്ട് വീഡിയോ ഇടണമെന്നുണ്ട്. ഇപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാ റെഗുലറായിട്ട് എനിക്ക് വീഡിയോ ഇടുന്നതായിരിക്കും. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത് വരെ ഇൻഷാ അല്ലാ.